ഓക്കെ ഗൈസ് രാവിലെ തന്നെ വീണ്ടും സോമൻ നമ്മൾ വിളിച്ചുകഴിഞ്ഞ് ഇന്നലെ സ്റ്റണ്ട് റേസൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ. അപ്പോൾ സോമനാണ് അത് വിജയിച്ചത്. അതിൽ നമുക്ക് ഗോൾഡൻ റോൾസ് റോയ്സ് 18 കോടിയാണ് അവൻ കിട്ടിയത്. ആ ഗോൾഡൻ റോൾസ് റോയ്സ് ആണെങ്കിൽ നൈസായിട്ട് അവൻ നമുക്ക് തന്നു. അതിപ്പോൾ എന്തായാലും നല്ല കാര്യമാണ്. അപ്പോൾ അവൻ രാവിലെ വീണ്ടും നമ്മളെ വിളിച്ചുകഴിഞ്ഞ് സ്റ്റണ്ട് റേസിൻ്റെ ഏരിയയിലേക്ക് വരാൻ പുതിയൊരു സ്റ്റണ്ട് റേസ് നടക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് നമുക്ക് വേഗം ആ സ്റ്റണ്ട് റേസിൻ്റെ പോകാം. അതും എന്തോ ഒരു ബൈക്കിൻ്റെ സ്റ്റണ്ട് റേസ് ആണെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം അവിടെ. ഓക്കെ ഗൈസ്, നമുക്കെന്നാൽ പിന്നെ നേരെ പോകാം. നമ്മുടെ ഗോൾഡൻ റോൾസ് റോയ്സ് ആണെങ്കിൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് അതിൽ പോകണ്ട, കവാസാക്കി നെഞ്ചിട്ട് കയറി പോകാം. കാരണം ഇതെൻ്റെ ഫേവറേറ്റ് വണ്ടിയാണ്. ഇന്ത്യയിലെ വേൾഡിലെങ്ങാണ്ട് ഫാസ്റ്റസ്റ്റ് ബൈക്കാണെന്നൊക്കെയാണ് പറയുന്നത്. അത് ഇന്നലെ നടന്ന സെയിം സ്ഥലത്താണ് എന്നാണ് അവൻ പറഞ്ഞത്. പക്ഷെ സെയിം ട്രാക്ക് അല്ല, ട്രാക്ക് മാത്രം വേറെ. നമുക്കെന്തായാലും നേരെ പോവാം. സോമൻ അവിടെ നിൽക്കുന്നുണ്ട്. അവൻ ഓൾറെഡി വന്നതെന്ന് തോന്നുന്നു. എനിക്കറിയില്ല അവൻ വന്നതെന്ന്. അവൻ എന്തായാലും അവിടെ ഉണ്ടാവും മിക്കവാറും. ഓക്കെ ഡോ, നീ എന്നോട്ടാ പോന്നേ? സോമ. ഓക്കെ ഗൈസ്, നൈസായിട്ട് സോമൻ നമ്മളെ കണ്ടഞ്ഞ്. എന്നാൽ പിന്നെ നമുക്ക് സൺറൈസ് തുടങ്ങിയാലോ? പിന്നെ ഒരു കാര്യം പറഞ്ഞു നമ്മളോട് ഗൈസ്, നമ്മളോട് ഒരു കാര്യം പറഞ്ഞു അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, പിന്നെ ഇത് വിജയിച്ച് നമുക്ക് 20 കോടി പിന്നെ ഒരു ഗോൾഡൻ GTR ആണ് കിട്ടാൻ പോകുന്നത്. എടാ സോമ, പറഞ്ഞാലും നിൻ്റെ വണ്ടി ഇവിടെ. എൻ്റെ വണ്ടി ഞാൻ അന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നെ ഒന്ന് കാണിച്ചല്ലോ. ഇന്ന് ഞാനൊരു പുതിയ വണ്ടി കൊണ്ടാണ് വന്നത്. എന്നാലും കാണിച്ചു തന്നെ ഗായ്സ്. പിന്നെ ആ ചേച്ചി പറഞ്ഞു നമുക്കൊരു ഹെലികോപ്റ്ററും കൂടെ കിട്ടുന്നതാണ്. ഇപ്പം എന്നെ വിളിച്ചത് ഞാൻ ചേച്ചി. അതുകൊണ്ട് ഇതാണ് ഹെലികോപ്റ്റർ ഓൾറെഡി ഇവിടെ ഉണ്ട്. നമുക്കെന്തായാലും ഇനി സോമൻ്റെ ബൈക്കൊന്നും പോയി നോക്കിയിട്ടില്ല. അവൻ്റെ ബൈക്ക് അവിടെ എങ്ങാണ്ടാണ്. ഡോ നീ അങ്ങോട്ടൊന്നും പോകണ്ട. എൻ്റെ ബൈക്ക് തന്നെ ഇവിടെ തന്നെ ഉണ്ട്. എവിടെ? പക്ഷെ എൻ്റെ മോനെ കൂബ്ര ബൈക്ക്. ഇവൻ എല്ലാ ദിവസവും റെയർ ബൈക്കുള്ളോ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ പിന്നെ നമുക്ക് റേസ് നോക്കാം. ഓക്കെ ഗൈസ്, ഫസ്റ്റ് സോമൻ തന്നെയാണ് എപ്പോഴും. എന്നാൽ പിന്നെ നമുക്ക് നേരെ സോമൻ്റെ റേസാണ്. ഓക്കെ ഗൈസ്, ഫസ്റ്റ് ഞാൻ തന്നെയാണ്. ഇന്നും ഞാനാണ് ആ ഹെലികോപ്റ്ററും GTRും. ഇനി ഞാൻ അവന് ഒരു തുള്ളി പോലും കൊടുക്കത്തില്ല. ഇന്നലെ അവന് ഞാൻ ഗോൾഡൻ റോൾസ് റോയ്സ് കൊടുത്തു. പക്ഷെ ഇന്ന് ഞാൻ ഒന്നും കൊടുക്കില്ല. കാരണം ഇന്നലെ രാത്രി എന്നെ വിളിച്ച് നമുക്ക് എവിടെയെങ്കിലും ബൈക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോകാമെന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഈ രാത്രി ആയതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ വരുന്നുള്ളൂ. എന്നിട്ട് അവൻ ദേഷ്യത്തോടെ വന്ന് എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞ് നീ വന്നില്ലെങ്കിൽ ശരി ഞാനിവിടെ വെക്കാം. പിന്നെ ആണ് കഴിച്ച് ഞാൻ ഉറങ്ങി പോയപ്പോൾ അവൻ എൻ്റെ 18 കോടിയിൽ നിന്ന് 9 കോടി അടിച്ചു മാറ്റി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അവനെ ഒന്നും കൊടുക്കാത്തത്. അതായത് നമുക്ക് നൈസായിട്ട് റേസ് സ്റ്റാർട്ട് ചെയ്യാം. വീഴാതെ സൂക്ഷിച്ച. സോമനാരാ മോൻ? എൻ്റെ മോനെ സോമനാരാ? സോമ, നീ വീണല്ലോ. അതൊന്നും കുഴപ്പമില്ലടാ. തോൽവിയാണ് എപ്പോഴും വിജയം. ഓക്കെ ഗായ്സ്, സോമൻ നൈസായിട്ട് വീണു. അവൻ ആദ്യം ആ ബിൽഡിങ്ങിൻ്റെ മണ്ടേ കയറി. പക്ഷേ അവൻ ബാക്ക് റിവേഴ്സ് എടുത്ത് കൊടുത്തു. എന്തായാലും നമുക്ക് നിൻ്റെ റേസ് ഒന്ന് നോക്കാം. ഓക്കെ ഗൈസ്, അടുത്ത തന്നെ ഞാനാണ്. സോമൻ എന്തായാലും പൊളി തന്നെ. ആ ചേച്ചി പറഞ്ഞ GTR ഇപ്പോൾ ഇവിടെ ഒന്നും ഇല്ല. കാരണം ഞാൻ ഇവിടുത്തെ ഓഫീസിലാണ്. കാരണം ആ ഹെലികോപ്റ്റർ എന്തായാലും നമുക്ക് കിട്ടും. ആ ഹെലികോപ്റ്റർ അവർ പറഞ്ഞ് വേണമെങ്കിൽ അവർ പാർസൽ കൊണ്ടുവരുന്നു, ഡെലിവറി. അതുകൊണ്ട് അതിപ്പോൾ എന്തായാലും നല്ല കാര്യമാണ്. നമുക്കെന്തായാലും സൂക്ഷിച്ചു. സോമനെ പോലെ ഒന്നും പോകണ്ട. അവനെ മുന്നോട്ട് പോകാൻ നിന്ന് കഴിഞ്ഞു. പക്ഷെ ബ്രേക്ക് പിടിച്ചു ആ സമയത്ത്. നമുക്കെന്തായാലും നേരെ പോവാം. പതുക്കെ ബ്രേക്ക് പിടിച്ചു മതി. എന്തിനാടാ സോമ നീ റിവേഴ്സ് എടുത്തത്? അതിപ്പോൾ എന്തായാലും എൻ്റെ തെറ്റാ. എന്തായാലും ഞാൻ വിജയിച്ചില്ലല്ലോ. ഞാനും തോറ്റുപോയി. ഒരു മിനിറ്റ്, എനിക്ക് എന്തോ ഒരു കോള് വരുന്നുണ്ടല്ലോ. നമുക്കെന്തായാലും ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം. നമുക്ക് ആ കോള് പിന്നെ കട്ടായി.
ഹലോ, ഒരു റൗണ്ട് കൂടെ ഉണ്ട്. ഒരു റൗണ്ടും കൂടെ ഉണ്ടെന്നാ. ഓ, ഇത് മറ്റേ ചേച്ചി അഞ്ച്. ആ ചേച്ചി പറഞ്ഞ് ഒരു റേസും കൂടെ ഉണ്ട്. ആ റേസ് വിജയിച്ചാൽ മാത്രമേ നമുക്ക് ഗോൾഡൻ GTR കിട്ടുമെന്ന്. എടാ സോമ, ഒരു റേസും കൂടെ ഉണ്ട്. അതിൽ വിജയിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ ഗോൾഡൻ GTR. അതിപ്പോൾ എന്തായാലും നല്ല കാര്യമാണ്. എന്നാൽ പിന്നെ നമുക്ക് നേരെ പോവാം. ഓക്കേടാ. ഇന്നലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഈ റേസ് കഴിഞ്ഞ്. ആ റേസ് തുടങ്ങുന്നേ ഉള്ളൂ. ആ റേസ് ഇവിടെ അടുത്തെങ്ങാണ്ടാണ്. ഏതാ? നല്ല അത്യാവശ്യം നല്ല വലിയതാണെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമുക്ക് നേരെ പോവാം. ഓക്കെ ഗൈസ്, ആ ചേച്ചി നമ്മളോട് പറഞ്ഞ് ഏതാ എന്ന്. ഞാൻ ചോദിച്ചു ഏതാണ്. അപ്പോൾ ആ ചേച്ചി കാണിച്ചു തന്നാൽ വേറെ ഒന്നുമല്ല, ഇത് തന്നെ. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഇച്ചിരി പാടുള്ള റാമ്പാണെന്നാണ് കേൾക്കുന്നത്. കാരണം കുറേ ആൾക്കാർ ഇതിൽ പോയിട്ട് വീഴുന്നിട്ടുണ്ട്. അവിടെ ഡെഡ് ബോഡിയും കിട്ടിയിട്ടുണ്ട്. അയ്യോ, ഇത് അത്യാവശ്യം നല്ല ചലഞ്ചിങ് ആണ്. എന്തായാലും നമ്മളിത് വിജയിക്കുന്നത്. ഗോൾഡൻ GTR എൻ്റെ സ്വന്തം. ഓക്കെ ഗൈസ്, നമ്മൾ അത്യാവശ്യം നല്ല സ്പീഡ്. എൻ്റെ മോന്. സേഫ് ലാൻഡിങ്. ഓക്കെ ഗൈസ്, നൈസായിട്ട് നമ്മൾ ഈ റേസ് വിജയിച്ചിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് തലയും കുത്തി വീണിട്ടുമുണ്ട്. അതിപ്പോൾ എന്തായാലും കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, നമ്മൾ ഈ റേസ് വിജയിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സോമനെയും കൂടെ കാണാം. ഗൈസ്, ആ ചേച്ചി പറഞ്ഞ് രണ്ടുപേരും വിജയിച്ച് വീണ്ടും ഒരു റേസാണെന്ന്. എന്തായാലും ഇപ്പോൾ സോമനാണ് ഇറങ്ങുന്നത്. സോമനാണെങ്കിൽ നന്നായിട്ട് പറപ്പിച്ചും വിടുന്നുണ്ട്. മിക്കവാറും സോമൻ തോക്കുന്നതാണ്. ദൈവമേ. അത് ശരി, അവൻ ആ റാമ്പ് എങ്ങനെ ഇരിക്കുന്നത് ഗൈസ്. സോമനാണെങ്കിൽ ഭയങ്കര ലോക പൊട്ടനാ. സോമൻ മൊത്തം വീണ്. അപ്പോൾ എനിക്ക് ഗോൾഡൻ GTR നമുക്ക് സ്വന്തം. സോമൻ വീണിട്ടും പക്ഷെ അവൻ്റെ ഹെൽത്തൊന്നും അത്രയ്ക്ക് പോയിട്ടില്ല. എടാ, അതൊന്നും കുഴപ്പമില്ല. തോൽവിയാണ് നമ്മൾ വിജയം. എപ്പോഴും നമ്മളെപ്പോഴും തോറ്റ് വിജയിക്കണം. അതിപ്പോൾ എന്തെങ്കിലും ആട്ടെ. ഓക്കെ ഗൈസ്, നൈസായിട്ട് നമ്മൾ വിജയിച്ചിട്ടുണ്ട്. സോമനാണെങ്കിൽ അങ്ങ് പിണങ്ങിപ്പോയി. അതിപ്പോൾ എന്തെങ്കിലും ആട്ടെ. നമ്മുടെ GTR ഒരു ഡെലിവറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതോടെ എൻ്റെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഒരു കാര്യമുണ്ട്, പാവം സോമൻ ഇറങ്ങി പോയി. അവൻ്റെ ബൈക്ക് അവിടെ തറയിട്ടിട്ടാൻ പോയ ദേഷ്യത്തോടെ. അതിപ്പോൾ എന്തെങ്കിലും ആട്ടെ. എല്ലാവരും സബ്സ്ക്രൈബ്. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ്. പിന്നെ കമൻറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് കമൻറ്റ് ഏത് കമൻറ്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് അവരുടെ കമൻറ്റ് പിൻ ചെയ്യും. പിന്നെ ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്യും. ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ബൈ. ഗുഡ് ബൈ.